കോഴിക്കോട് ICU പീഡന കേസ് അതിജീവിത ഇന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കാണും. പീഡന പരാതിയിൽ അതിജീവിതയുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്താത്ത ഡോക്ടേഴ്സിനെതിരെ നടപടി വേണം എന്നാണ് അവരുടെ ആവശ്യം. ദീപക് തരമണം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വീണ്ടും സമരകേന്ദ്രമാകുമെന്ന മുന്നറിയിപ്പാണ് അതിജീവിത നൽകിയിരിക്കുന്നത്. ICU പീഡന കേസിലെ അതിജീവിത ഇപ്പോഴത്തെ പരാതി അവരുടെ കൃത്യമായ മൊഴി ഡോക്ടർ KV പ്രീത രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാവും. പ്രിൻസിപ്പലോട് അതിൽ നടപടി ആവശ്യപ്പെടും. അതായത് പോലീസ് ഈ കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞതാണ് ആരോഗ്യവകുപ്പിന്. പക്ഷേ എന്നാൽ ആരോഗ്യവകുപ്പിൽ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി, ഇപ്പോഴത്തെ പരാതിയുടെ കാരണം. കുറച്ചു കാലമായി വിടാതെ പിന്തുടരുകയാണ് ഈ വിഷയം. SK ഓർക്കുന്നുണ്ടാവും, നേരത്തെ അവിടെയുള്ള ഒരു അതിജീവിതയെ സഹായിച്ചു എന്ന പേരിൽ ഒരു സിസ്റ്റർക്കെതിരെ നടപടി ഉണ്ടാകുന്നു, അനിതയ്ക്കെതിരെ. അതിനുശേഷം അവരെ തിരിച്ചിവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ പോയ കാര്യം, ഹൈക്കോടതിയുടെ ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു SK. അതേ വിഷയത്തിൽ വീണ്ടും ഒരു സമരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ അതിജീവിത എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവർ അത്തരത്തിലുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് പ്രിൻസിപ്പളെ അവർ കാണാൻ പോകുന്നുണ്ട് SK. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് തരമണം.